അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും നിസാര പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ ഒരു ഐറ്റം. ഇതെന്ന് പറയുന്നത് ഒരു വയർലെസ് ക്യാമറയാണ്. അതൊരു നിസാരമായ ഒരു പൈസയ്ക്ക് നമുക്ക് ഏതൊരു സാധാരണക്കാരനും വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി വൈഫൈ ക്യാമറയാണ്. ഈ ഒരു ക്യാമറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊരു വൈഫൈ ക്യാമറയാണ്. കൂടാതെ തന്നെ ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വീട്ടിലൊരു 4 ക്യാമറ DVR കൂടെ വെക്കണമെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങുന്ന കാര്യമാണ്. അതും ഈ ഒരു ക്യാമറ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് പൈസയ്ക്ക് അതേപോലെ നമ്മുടെ ഈ ലോകത്ത് എവിടെ ആണെങ്കിലും നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ ഇതിൽ കൂടെ നമുക്ക് സംസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു ക്യാമറയാണ്. അപ്പോൾ അധികം സമയം കളയാതെ തന്നെ നമുക്ക് അൺബോക്സ് ചെയ്തതിലൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറ പുറത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഒരാളോട് ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നു അൺബോക്സിന് ബോക്സ് കണ്ടപ്പോൾ അതിൻ്റെ ബോക്സ് വേണം. അപ്പോൾ നമുക്ക് ക്യാമറ പുറത്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു 2 MB ക്യാമറയാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ HD 2 MB ആണ് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 2 MB എന്ന് പറയുന്നത് നിങ്ങളാരും അതിൻ്റെ താഴ്ത്തണ്ട, കാരണം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ ഇതാണ് നമ്മുടെ വൈഫൈ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിത് ഇത്രയും ഒരു വയർ വരുന്നുണ്ട്. അപ്പോൾ വയർലെസ് ക്യാമറ ആണെന്ന് തന്നെയാണ് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വയർലെസ് ക്യാമറ ഈ ഒരു വയർ എന്തിനാണെന്ന് ഒരുപാട് പേർക്കൊരു സംശയം കാണും. കാരണം ഇത് നമുക്ക് ഓൺ ആക്കണമല്ലോ. അതായത് ഇതിന് ജസ്റ്റ് പവർ അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പവർ ബ്രേക്കിൻ്റെ കൂടെ വരുന്നതാണ് ഈ പവർ ബ്രേക്ക് കുത്താനുള്ള ഒരു വയറും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു ബോക്സിൽ, അതായത് നിങ്ങളടുത്തോട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇത് വയർലെസ് അല്ല, വയർഡാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാൻ പറ്റും. ആ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു അഡാപ്റ്ററും കാര്യങ്ങളും എല്ലാം കൂടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു നോർമൽ നമ്മുടെ അതേപോലത്തെ ഒരു ബുള്ളറ്റ് ക്യാമറ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്യാമറയായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? അതായത് ഇതൊരു ബുള്ളറ്റ് ടൈപ്പ് ക്യാമറയാണ്. നമ്മുടെ ഈ സാധാ CCTV നമ്മൾ ചെയ്തില്ല, ഇതിപ്പോൾ ആ ഒരു CCTV ചെയ്തിരിക്കുന്നുണ്ടോ, ആ ഒരു CCTV ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ക്യാമറയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വയർലെസ് ക്യാമറയാണെന്ന് നമ്മുടെ ഈ കള്ളന്മാർക്കൊന്നും തോന്നുന്നില്ല. അപ്പോൾ വയർലെസ് ക്യാമറ നിങ്ങൾ വെക്കുമ്പോൾ ഇപ്പം പല ബ്രാൻഡ്സിൻ്റെ വയർലെസ് ക്യാമറ ഉണ്ട്. ആ ഒരു ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്നല്ല, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഒരു ക്യാമറ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാർ കാണുമ്പോൾ അറിയാം അത് വയർലെസ് ക്യാമറയാണ്. അവരത് പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിഷ്വൽസും കിട്ടത്തില്ല, ഒരു കാര്യങ്ങളും കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു ക്യാമറ കറക്റ്റ് നമ്മൾ മൗണ്ട് ചെയ്ത് വെക്കുവാണ്. ഇതേപോലെ മൗണ്ട് ചെയ്തിരിക്കുക അന്നേരം ഇത് കറക്റ്റ് ഒരു നമ്മുടെ നോർമൽ ബുള്ളറ്റ് ക്യാമറ പോലെ തോന്നും, DVR ഒക്കെ ഉള്ള ക്യാമറ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിതൊരു വയർലെസ് ക്യാമറയെന്ന് തോന്നുന്നില്ല, ഇതായിട്ട് പറിച്ചുകൊണ്ട് പോകാനും നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കൊരു വാൾ മൗണ്ടും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്യാമറയുടെ കൂടെ ലഭിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കണക്ഷൻ അതിൻ്റെ അപ്പുറത്തെ സിമ്പിളാണ്. അപ്പോൾ അതിന് കണക്ഷൻ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണോട് കണക്ട് ചെയ്തതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തൊരു മെമ്മറി കാർഡ് ഇടണം. അപ്പോൾ മെമ്മറി കാർഡ് ഇപ്പോൾ ഞാൻ ഇട്ട് കാണിക്കുന്നത് ഒരു 8 GB മെമ്മറി കാർഡാണ്. അപ്പോൾ കുറഞ്ഞത് നിങ്ങളൊരു 64 GB ഒരു മെമ്മറി കാർഡ് വേണം നമ്മുടെ ഈ ഒരു ക്യാമറ ഇടാൻ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞതായിട്ട് നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ ഫോണിലേക്ക് മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യുമെന്നും പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഇത് എങ്ങനെയാണ് മെമ്മറി കാർഡ് എന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ക്യാമറയുടെ തൊട്ട് താഴെയായിട്ട് ഇതേപോലൊരു സംഭവം കാണും. അതായത് ജസ്റ്റ് 2 സ്ക്രൂ കാണും. ആ സ്ക്രൂ 2 അഴിച്ചതിന് ശേഷം ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു 2 സ്ലോട്ട്സ് ഉണ്ട്. ഇത് മെമ്മറി കാർഡ് ഇടാനുള്ളൊരു ഓപ്ഷനും ഇത് നമ്മുടെ റീസെറ്റ് ബട്ടനുമാണ്. ഇപ്പോൾ ഒരു ക്യാമറ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ ഈ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്യാമറ റീസെറ്റ് ചെയ്യാം. അപ്പോൾ റീസെറ്റ് ബട്ടൺ ഇതിനകത്ത് തന്നെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മെമ്മറി കാർഡ് ഇടാൻ വളരെ സിമ്പിളാണ്. മെമ്മറി കാർഡ് എടുക്കുക, ഈ ഒരു സ്ലോട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുക, കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇതൊരു നമുക്ക് നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത് അടഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറിച്ചിങ്ങനെ എടുക്കാൻ ശ്രമിക്കരുത്. കാരണം ഇതിൻ്റെ അകത്തൊരു സ്പീക്കറുണ്ട്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് സ്പീക്കറിൽ കൂടെയാണ് പുറത്തേക്ക് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഊരിയെടുക്കുക. തിരിച്ച് പിടിപ്പിക്കുമ്പോഴും ശ്രദ്ധിച്ച് തന്നെ പിടിപ്പിക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കാണിച്ചു കൊടുത്തേ. നമ്മുടെ സ്ക്രൂ ഡ്രൈവറോ ടെസ്റ്ററോ യൂസ് ചെയ്ത് നമുക്ക് ഇത് തിരിച്ചങ്ങനെ അടച്ചു വെക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ക്യാമറ നമ്മുടെ ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അത് വിഷ്വൽസ് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈസി ക്യാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. അത് നമുക്ക് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, നമ്മുടെ ക്യാമറയുടെ ബോക്സിൻ്റെ അതൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ EZY എന്നടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈസി ക്യാമിൻ്റെ ആപ്പ് വരും. അപ്പോൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഈസി ക്യാം പ്ലസ് എന്ന് പറഞ്ഞ് വരും. നമുക്കൊരു എഗ്രിമെൻറ്റ് വരും, അത് എഗ്രി കൊടുക്കുക. ഓൾറെഡി നിങ്ങൾ ഇതേപോലുള്ള വൈഫൈ ക്യാമറകൾ ഈസി ക്യാമിൻ്റെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ കൊടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൈൻ അപ്പ് കൊടുക്കുക.
അതിനുശേഷം നമ്മളൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ കോഡ് അടിച്ചു കൊടുക്കുക, പിന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മേളിലായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ആ പ്ലസ് ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്യാമറ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്യാമറയുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇതിൻ്റെ സീരീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് CP-V21A എന്നാണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ കിടപ്പുണ്ട് CP-V21A. കാണാം. ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറ തന്നെ, ഒരുപാട് ക്യാമറാസ് വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ കയ്യിലുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോയിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ എനേബിൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പെർമിഷൻ കൊടുക്കുക. പെർമിഷൻ കൊടുത്ത് ബാക്ക് പോവുക. ബാക്ക് പിന്നെയും നമ്മളിത് ഇത് ചോദിക്കുന്നുണ്ട്, പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പ് പെർമിഷൻസ് എന്ന് കാണും. അതിലേക്ക് കയറിയിട്ട് ക്യാമറയും അലോ വൈൽ യൂസിങ് ആപ്പ് കൊടുക്കുക, ഫയൽസ് കൊടുക്കുക, അലോ മീഡിയ കൊടുക്കുക. അതായത് നമ്മൾ പെർമിഷൻ കൊടുക്കും നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളും. കാരണം നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കൂടെ നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ സംസാരിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ലോകത്ത് എവിടെ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മൾ പെർമിഷനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് അടിക്കരുത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ബ്ലൂ ലൈറ്റ് വരും. അപ്പോൾ ആ ലൈറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കമോൺ. ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ഫോർ വൈഫൈ കണക്ഷൻ എന്ന് പറയും. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വൈഫൈയുടെ പാസ്വേഡ്, ഇവിടെ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഒരു പാസ്വേഡ് ഞാൻ അടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഇല്ല എങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഇടുക ആദ്യം. ഹോട്ട്സ്പോട്ട് അത് വീട്ടിൽ നിങ്ങളുടെ വൈഫിൻ്റെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിൻ്റെ ആകാം, ആരുടെ ആണെങ്കിലും വൈഫൈയുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക. അതിനുശേഷം ആ ഒരു ഹോട്ട്സ്പോട്ടിലേക്ക് നമ്മുടെ ഈ ഒരു ഫോൺ ആദ്യം കണക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഹോട്ട്സ്പോട്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് കാണിക്കും. ഓക്കെ, ആ ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് ഇതിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു QR കോഡ് വരും. ആ QR കോഡ് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇതേപോലെ പിടിക്കുക. അതായത് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡും പേരും നമ്മൾ ഈ QR കോഡിലൂടെ ഈ ഒരു ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വൈഫൈ എങ്ങനെ കണക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സംഭവം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഓക്കെ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐ ഹേർഡ് എ പ്രോംപ്റ്റ് എന്ന് കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാമറ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് നമ്മുടെ ക്യാമറ ഉള്ളതെന്ന് നമ്മുടെ ഫോണിൽ ഇങ്ങനെ സെർച്ച് കാണിക്കും. അങ്ങനെ നമ്മുടെ ക്യാമറ കണക്റ്റ് ആയി. ഓക്കെ, ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഇതേപോലെ ഒന്ന് ലോഡായി നമ്മുടെ ക്യാമറ കണക്റ്റായി. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ വിഷ്വലാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ സൈഡിലോട്ടൊക്കെ ഒന്ന് ആക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളിപ്പോൾ ഔട്ട്ഡോർ ആണ് ഇരിക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സൈഡിലേക്ക് വരുമ്പോൾ 2 MB ക്യാമറ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഈ ഒരു വിഷ്വൽസിന്. കണ്ടില്ലേ, അടിപൊളി അടിപൊളി. അപ്പം ഇതിൽ കൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഹലോ ഹലോ ഹലോ, കണ്ടില്ലേ. അപ്പോൾ സംഭവം ഒരു രക്ഷയില്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ സംഭവം സാധാരണക്കാരന് വാങ്ങാവുന്ന വിലയും ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്യാമറയുടെ രാത്രിയിലത്തെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ക്യാമറയിൽ മോഷൻ അലേർട്ട് കിട്ടും. ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ഏതെങ്കിലും ഒരു മൂവിങ് ഒബ്ജക്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അതായത് ഇതേപോലെ ഒരു മോഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിലൂടെ സംസാരിക്കാൻ പറ്റും. അവിടെ എന്താണ് സംസാരിക്കുന്നുള്ളത് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും. അത് രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചർ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഫുൾ HD ക്യാമറയാണ്, 2 MB ഫുൾ HD ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ വിലയാണ് നിങ്ങൾ അടുത്തതായിട്ട് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. 2700 രൂപയാണ് ഈ ഒരു ക്യാമറയുടെ വില. ഇപ്പം ഞാൻ വീഡിയോ
വീഡിയോ എടുക്കുന്ന സമയത്തെ വിലയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്, അപ്പോഴത്തേക്ക് 2500 രൂപ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 15-ാം തീയതിയാണ്. അപ്പോൾ 15-ാം തീയതിയിലെ വിലയാണ് ഞാൻ പറഞ്ഞത് 2700 രൂപ. അപ്പോൾ കഴിയുന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു ക്യാമറ, ഇപ്പോൾ ഈ ഒരു ക്യാമറേനെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈഫൈ ക്യാമറ വാങ്ങി വീട്ടിൽ വെക്കുക. കാരണം ഇപ്പോഴത്തെ കാലം അറിയാമല്ലോ നിങ്ങൾക്ക്, ഭയങ്കര കൊല്ലാപ്പിടിച്ച കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ സേഫ്റ്റി, നമ്മുടെ വീട്ടുകാരുടെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം. അപ്പോൾ ഇതുവരെ ക്യാമറ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെക്കുക. അപ്പം ഈ ഒരു ക്യാമറയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ A to Z കാര്യങ്ങളും അറിയാം. കൂടാതെ തന്നെ ഇത് കൊറിയറായിട്ട് കേരളത്തിൻ്റെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചും തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വൈഫൈ ക്യാമറ ഇഷ്ടമായില്ല എന്നൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ തന്നെ ഉപകാരപ്രദം തോന്നിക്കാൻ മാക്സിമം എല്ലാവരിലേക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ്, സൈനിങ് ഔട്ട്.